Hello friends, welcome to Haja's classes. ഇന്ന് വൊക്കാബുലറി ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഡിയംസ് ആണ്. ഇന്നത്തെ ഇഡിയംസ് PYQൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ എടുക്കുന്ന ഇഡിയംസിൻ്റെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ആദ്യം ഇഡിയംസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരാം എന്ന് പരിചയപ്പെടുത്തുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ലിസ്റ്റായിട്ട് തന്നെ പഠിക്കും. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കോഡ് ഉപയോഗിക്കാൻ കഴിയില്ല. ഇഡിയംസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഭാഗം. സോ നമുക്ക് മനസ്സിലാക്കി തന്നെ പഠിക്കാം. അപ്പം എൻ്റെ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. PSC ചോദിച്ചു, എല്ലാം PYQ ആണ്. PSC ചോദിച്ചൊരു ചോദ്യമാണ്, ഹെലൻ ഈസ് ദ സാൾട്ട് ഓഫ് ദി എർത്ത്. ഹെലൻ ഈസ് ദി സാൾട്ട് ഓഫ് ദി എർത്ത് വിച്ച് മീൻസ്, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ഇത് ഇഡിയം എന്ന ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. ഇപ്പം ഇഡിയംസ് ആണ് എന്ന് പഠിച്ചു വെച്ച ഒരാൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കൂ, സാൾട്ട് ഓഫ് ദി എർത്ത്, ഇത് ഒരു ഇഡിയമാണ്. ഇതൊരു ഇഡിയമാണ്. ഈ ഇഡിയമിൻ്റെ മീനിങ് എന്താണ്? ഇതാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ സാൾട്ട് ഓഫ് ദി എർത്ത്, സാൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ വെരി ഹോണസ്റ്റ് എന്ന അർത്ഥത്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. വെരി ഹോണസ്റ്റ് എന്ന അർത്ഥത്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടും ഓർത്തിരിക്കണം. ഹെലൻ ഈസ് വെരി ഹോണസ്റ്റ് എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഹെലൻ ഈസ് വെരി ഹോണസ്റ്റ്, വളരെ സത്യസന്ധനാണ് അല്ലെങ്കിൽ വിശ്വസ്തനാണ്. അപ്പോൾ സാൾട്ടിൻ്റെ പ്രത്യേകത എന്താ? സാൾട്ടിൻ്റെ പ്രത്യേകത, സാൾട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഈ ഒരു ടേസ്റ്റ് നമുക്ക് ഏതൊരു ഭക്ഷണത്തിലും ഒരു നിശ്ചിത അളവിൽ ഉണ്ട് എങ്കിൽ ആ ഭക്ഷണം വളരെ ആസ്വാദ്യകരമാകും. സാൾട്ട് ഒരു നിശ്ചിത പ്രപ്പോർഷനിൽ എവിടെയുണ്ട് എങ്കിലും അത് ഫുഡ് വളരെ ഡെലീഷ്യസ് ആവും. പക്ഷെ സാൾട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊന്ന് മാറിയാലാണ് നമ്മൾ അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. ഇതേപോലെയാണ് ഹോണസ്റ്റ്, വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അളവിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണ്ട കാര്യമാണ്. അതിൻ്റെ പ്രപ്പോർഷനിൽ ചെറിയൊരു മാറ്റം വന്നാൽ, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും പ്രശ്നം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. സത്യസന്ധത കൂടിയാലും പ്രശ്നമാണ് അല്ലേ? യെസ്. ദെൻ അടുത്തത് ഡച്ച് കറേജ്. അപ്പം ഈ ഇഡിയംസ് അഥവാ ശൈലികൾ വരുന്നത് പലതരത്തിലാണ്. ചില കഥകൾ ആസ്പദമാക്കിയിട്ട് വരും, അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ട് വരും. അതുമല്ല എങ്കിൽ ചില പ്രശസ്തരായിട്ടുള്ള റൈറ്റേഴ്സ്, ഷേക്സ്പിയറിനെ പോലുള്ള പ്രശസ്തരായിട്ടുള്ള റൈറ്റേഴ്സ് അവരുടെ രചനകളിൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സും ഇഡിയംസ് ആയിട്ട് വരാറുണ്ട്. ഈ ഡച്ച് കറേജ് എന്ന് പറയുമ്പോൾ ഡച്ചുകാരെ കുറിച്ച് പറയുന്ന പൊതുവേ ഉള്ളൊരു സംഗതിയുണ്ട്. ഇവർക്ക് അഡ്വഞ്ചറേഴ്സ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അതിന് മദ്യത്തിൻ്റെ സഹായം വേണ്ടി വരും. സ്വബോധത്തോടു കൂടി ചെയ്യാൻ പേടിയാണ്. ചില ആളുകൾക്ക് അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ സ്വബോധത്തോടു കൂടി ചെയ്യാൻ പേടിയാണ്. കുറച്ച് മദ്യം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലേ ധൈര്യം ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് ഡച്ച് കറേജ് എന്ന് പറയുന്നത്. ഫാൾസ് കറേജ് അക്യൂർഡ് ബൈ ഡ്രിങ്കിങ് ലിക്കർ. മദ്യപിച്ചുകൊണ്ട് സംരംഭിക്കുന്ന, ഒരുമിച്ച് കൂട്ടുന്ന ധൈര്യത്തെയാണ് നമ്മൾ ഡച്ച് കറേജ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതൊരു ധൈര്യമല്ല, നമുക്ക് നമ്മുടെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ കഴിയുമ്പോഴാണ് അത് ധൈര്യമാകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഫാൾസ് കറേജ് ആയിട്ട് ഇത് പറയേണ്ടി വരും. മദ്യപിക്കുമ്പോൾ കിട്ടുന്ന കറേജ് എന്തല്ല? യാഥാർത്ഥ്യമല്ല. അപ്പോൾ ഡച്ചുകാർക്കാണ് ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാം. ദെൻ അടുത്ത ചോദ്യം, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. പേടിക്കൊന്നും വേണ്ട. ഐ വാസ് ഓൺലി പുള്ളിങ് യുവർ ലെഗ്. ഞാൻ നിൻ്റെ ലെഗ് വലിച്ചിട്ടേ ഉള്ളൂ. ചില ഇഡിയംസിൻ്റെ പ്രത്യേകത, നമ്മളത് ചില വേർഡ്സ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. ഈ വേർഡ്സ് നോക്കിയിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം നമ്മൾ എടുത്ത് വെച്ച് കൊടുത്താൽ അതിൻ്റെ മീനിങ് ആണ് നമ്മൾ അവിടെ സ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ ഒരിക്കലും ഇഡിയംസിന് അതിൻ്റെ ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല ഉണ്ടാവുക, അതിൻ്റെ ഭാഷയുടെ കൃത്യമായിട്ടുള്ള അർത്ഥം ആയിരിക്കില്ല ഉണ്ടാവുക. പുൾ യുവർ ലെഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കാല് പിടിച്ച് വലിക്കുകയാണ്. കാല് പിടിച്ച് വലിച്ചാൽ എന്ത് ചെയ്യും? വീഴും അല്ലേ? കാല് പിടിച്ച് വലിച്ചാൽ ഒരാൾ ഒന്ന് താഴേക്ക് വീഴും. സോ അതായിരിക്കില്ല, ഇഡിയം ആകുമ്പോൾ അതായിരിക്കില്ല എന്തായാലും മീനിങ് എന്ന് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കണം. ചൂസ് ഫ്രം ദ ഓപ്ഷൻസ് ടു ഗെറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ എബോവ് സെൻറ്റൻസ്. മുകളിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മീനിങ് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ഐ പുൾഡ് യുവർ ലെഗ് ടു മേക്ക് യു ഫോൾ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതെന്തായാലും വരില്ല, കാരണം അത് ലിറ്ററൽ മീനിങ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ചു വലിക്കുന്നു നീ താഴേക്ക് വീഴാൻ വേണ്ടി. അതായിരിക്കില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നമ്മൾ തമാശ പറയുകയാണ്. നീ പേടിക്കണ്ട, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്.
ഐ വാസ് ഓൺലി പുള്ളിങ് യുവർ ലെഗ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാലൊന്ന് പിടിച്ച് വലിച്ചതേ ഉള്ളൂ, അല്ലാതെ നിന്നെ എന്ത് ചെയ്യുന്നില്ല, അപായപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല, നിന്നെ കൊല്ലാനല്ല ശ്രമിക്കുന്നത്, ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചിട്ടേ ഉള്ളൂ അല്ലേ. ചിലപ്പോൾ നമ്മൾ കുട്ടികളെ ടോ എന്ന് കാണിച്ച് അവരെ പേടിപ്പിക്കും അല്ലേ. അപ്പോൾ അവരിങ്ങനെ ഒന്ന് ഞെട്ടുമ്പോൾ നമ്മൾ ചിരിക്കും, അഥവാ നമ്മൾ തമാശ കാണിക്കുന്നതാണ്. അതേപോലെയാണ് കാല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിക്കുന്നേ ഉള്ളൂ, അവിടെ അയാൾ വീഴാനല്ല നമ്മുടെ ഉദ്ദേശം. ആ അർത്ഥത്തിനാണ് പുള്ളിങ് യുവർ ലെഗ് എന്ന് പറയുന്നത്. കാല് വലിച്ച് താഴെ ഇടുന്നതിനും പുള്ളിങ് യുവർ ലെഗ് എന്ന് പറയും. പക്ഷെ ഇവിടുത്തെ പുള്ളിങ് യുവർ ലെഗ് എന്ന് പറഞ്ഞാൽ കാല് വലിച്ച് താഴെ ഇടുന്നതല്ല, നമ്മൾ ജസ്റ്റ് ആളുകളെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചെന്ന് വീഴാൻ പോകുന്നത് പോലെ ഒരു പേടി ഉണ്ടാക്കി എടുക്കുന്നില്ലേ, അത് നമ്മൾ തമാശ കാണിക്കുന്നതാണ് അല്ലേ, അത് തമാശ കാണിക്കുന്നതാണ്. സോ അത് JK, ജസ്റ്റ് കിഡിങ് ആണ് കേട്ടോ, JK ആണ്. സെറ്റ് അല്ലേ? ദെൻ അടുത്തയിലേക്ക് വരാം. The idiom let the cat out of the bag. അത് പറയുമ്പോൾ പൂച്ചയെ ബാഗിന് പുറത്താക്കുക എന്നുള്ള അർത്ഥമാണ് വരിക ഭാഷാർത്ഥത്തിൽ വരുമ്പോൾ. ഇതിന് മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, പെറ്റ് ആനിമൽസിനെയൊക്കെ പ്രവേശിപ്പിക്കാൻ അനുവാദമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ചൊക്കെ യൂറോപ്യൻ കൺട്രീസിലേക്ക് അത് വളരെ സ്ട്രിക്റ്റ് ആണ്. ചില സ്ഥലങ്ങളിൽ പെറ്റ് ആനിമൽസിനെയും കൊണ്ട് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. പെറ്റ് ആനിമൽ ആയിട്ടുള്ള നമ്മുടെ ക്യാറ്റിനെ, നമ്മുടെ പൂച്ചസറിനെ പിടിച്ചൊരു ചാക്കിനകത്ത് കെട്ടുന്നു. ചാക്കിനകത്ത് കെട്ടി നമ്മൾ ഇങ്ങനെ കൂടെ കൊണ്ടുപോവാണ്. ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറുന്നത്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പെറ്റ് ആനിമൽസ് അലൗഡ് അല്ല. നമ്മൾ പൂച്ചയും ചാക്കിലാക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്നതിനിടയിൽ അറിയാതെ ഈ ഒരു ബാഗ് അങ്ങ് തുറക്കുന്നു, പൂച്ച എടുത്ത് പുറത്തേക്ക് ചാടുന്നു. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ഇതാണ് കോണ്ടെക്സ്റ്റ്. അഥവാ പൂച്ചയെ നമ്മൾ രഹസ്യമാക്കി വെച്ചതായിരുന്നു, പക്ഷേ നാം അറിയാതെ അത് പുറത്ത് ചാടി. അപ്പോൾ രഹസ്യമാക്കി വെച്ച കാര്യം അറിയാതെ പുറത്ത് ചാടുന്നതിനാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത്. സോ ടു മേക്ക് സംതിങ് പബ്ലിക്, ഏതെങ്കിലും ഒരു കാര്യം പബ്ലിക് ആക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറയുക. മിക്കവാറും PSC പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു സംഗതിയാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹിസ് ഫേസ് ഡാഷ് ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ്. ആഫ്റ്റർ ഇപ്പുറത്ത് പറഞ്ഞേ, സ്ട്രീറ്റ് ഫൈറ്റിന് ശേഷം അവൻ എവിടെ പോയി അടിയുണ്ടാക്കി, തെരുവിൽ പോയി നല്ലൊരു അടിയുണ്ടാക്കി വന്നതിന് ശേഷം അവൻ്റെ മുഖത്ത് എന്തുണ്ടാവും, നല്ല പാടുണ്ടാവും അല്ലേ. അടിയുണ്ടാക്കി കഴിഞ്ഞാൽ, നല്ല അടി കിട്ടിക്കഴിഞ്ഞാൽ മുഖം വർണ്ണശബളമാകും, മുഖം പല നിറങ്ങൾ കൊണ്ട് ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കും അല്ലേ. അതിനെ നമ്മൾ എന്താ പറയുന്നതെന്നറിയോ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്നാ പറയുക. അടിയുണ്ട് നമ്മളെ മുഖം വീർത്ത് വരുന്നതിന് നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്നാണ് പറയാ. ഹിസ് ഫേസ് വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എവിടെന്നോ അടി കിട്ടിയ മുഖമൊക്കെ നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ കടന്നലൂത്തിയതുപോലെ മുഖം ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ. സെറ്റല്ലേ? സോ ഇവിടെ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്, ഒരു മിനിറ്റ്, ബ്ലാക്ക് ബോൾഡ്, ആൽഫ ആൻഡ് ഒമേഗ, ബ്രൗണ്ട് ഓഫ്. ഈ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ബാക്കിയുള്ളതും ഇഡിയംസും ചില യൂസേജ് ഒക്കെയാണ്. അതിന്റെ മീനിങ് കൂടിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ ദ ബിഗിനിങ് ആൻഡ് എൻഡിങ് എന്നാണ് കേട്ടോ. തുടക്കവും ഒടുക്കവും എന്നാണ്, പഠിച്ചു വെക്കുക. മൈ ആൽഫ ആൻഡ് ഒമേഗ വാസ് വെരി വെൽ. എൻ്റെ തുടക്കവും ഒടുക്കവും വളരെ നന്നായിരുന്നു. അല്ലെങ്കിൽ ദ ആൽഫ ആൻഡ് ഒമേഗ ഓഫ് ദ മൂവി വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ സിനിമയുടെ തുടക്കവും ഒടുക്കവും വളരെ രസകരമായിരുന്നു. അങ്ങനെ തുടക്കത്തെയും ഒടുക്കത്തെയും സൂചിപ്പിക്കാനാണ് ആൽഫ ഒമേഗ എന്ന ടേം യൂസ് ചെയ്യുന്നത്. ഈ ആൽഫ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്ന ടേം നിങ്ങൾ മാത്സിലും സയൻസിലൊക്കെ കാണുന്നതാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരാണ്, രണ്ട് ടേംസ് ആണ്. അപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടും അതേപോലെ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ആൽഫയും ഒമേഗയും. അതുകൊണ്ടാണ് ആ ഒരു ടേമിന് ഈ ഒരു മീനിങ് വന്നത്. ഓക്കെ അല്ലേ? ആൽഫ നമ്മുടെ ഹാജ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് കൂടിയാണ് ആൽഫ. ഇതിനടുത്ത് ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞാൽ അത് പണ്ട് കാലങ്ങളിൽ ഒരു കാൻഡിഡേറ്റ് ക്ലബിന് മെമ്പറായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സീക്രട്ട് ബാലറ്റ് ഉപയോഗിച്ച് അയാൾ അപ്ലൈ ചെയ്യുന്നതിനാണ് ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത്. എ കാൻഡിഡേറ്റ് അപ്ലൈയിങ് ടു ബിക്കം എ മെമ്പർ ഓഫ് പ്രൈവറ്റ്
ക്ലബ് ടിപ്പിക്കലി ബൈ മീൻസ് ഓഫ് എ സീക്രട്ട് ബാലറ്റ്. സീക്രട്ട് ബാലറ്റ് ഉപയോഗിച്ച് ഒരാൾ ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിനാണ് ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സാധാരണ ബാലറ്റ് ഒക്കെ സീക്രട്ട് ആയിട്ടും അല്ലാതെയൊക്കെ വരാറുണ്ട്. അപ്പോൾ സീക്രട്ട് ബാലറ്റിലൂടെ വരുന്നതിനാണ് ബ്ലാക്ക് ആൻഡ് ബോൾ. ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ അധികം വഴിയാകണ്ട, അതിന് ബ്ലാക്ക് ബോൾ എന്ന് പറയുമെന്ന് മാത്രം ഓർത്തിരിക്കുക. ദെൻ റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അനോയിഡ്, ശല്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിർത്തി ഉണ്ടാക്കുന്നത് എന്നൊക്കെ അർത്ഥത്തിനാണ് റൗണ്ട് ഓഫ് യൂസ് ചെയ്യുന്നത്. റൗണ്ട് ഓഫ് എന്ന യൂസേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. സെറ്റ് അല്ലേ? ദെൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇഡിയമാണ് ദ എൻറ്റയർ ക്ലാസ് ഈസ് ക്യോക്കിംഗ് ഇൻ ഇറ്റ്സ് ബോർഡ്സ്. ആ ക്ലാസ് മുഴുവനും അവയുടെ ആ ക്ലാസിന്റെ ബോർഡ്സ് കൊണ്ട് ഇങ്ങനെ ക്യോക്ക് എന്ന വിറയ്ക്കുന്നു എന്നുള്ള അർത്ഥത്തിനാണ്, ട്രെംബിൾ ചെയ്യുന്നു എന്ന അർത്ഥത്തിനാണ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫീൽ എക്സ്ട്രീംലി നെർവസ് ആണ് കേട്ടോ. എക്സ്ട്രീംലി നെർവസ് ആണ്. നമ്മൾ നെർവസ് ആകുന്ന സമയത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ബോർഡ്സ് ഒക്കെ ഇങ്ങനെ ക്യോക്ക് ചെയ്യുന്നത്, ഒന്ന് വിറയ്ക്കുന്നത് എന്ന് ഓർക്കുക. ഇവിടെ നെർവസ് എന്ന് തന്നെ ഓർത്തിരിക്കണം. ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, എക്സൈറ്റ്മെന്റ് വന്നാലും അങ്ങനെ ഉണ്ടാവില്ലേ, ആംഗ്രി വന്നാലും അങ്ങനെ ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്ട്രീംലി നെർവസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യുമ്പോഴാണ് ക്യോക്കിംഗ് ഇൻ ഇറ്റ്സ് ബോർഡ്സ് എന്ന് യൂസ് ചെയ്യുന്നത്. സെറ്റ് അല്ലേ? ദെൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇഡിയം പലതവണ ചോദിച്ചിട്ടുണ്ട് എന്ന്. വി ആർ പ്ലാനിങ് എ സർപ്രൈസ് പാർട്ടി ഫോർ അവർ സൺ. ഇവിടെ ചോദ്യങ്ങളുടെ രീതി ഉണ്ടോ. ചില സമയങ്ങളിൽ ഒരു ഇഡിയം തന്നിട്ട് അതിന്റെ മീനിങ് എന്താണെന്ന് നേരിട്ട് ചോദിക്കും. ഇനി ചില ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളത് ആദ്യം ആ ഒരു ഇഡിയം തരും, ദെൻ അത് എന്ത് അർത്ഥമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. വി ആർ പ്ലാനിങ് എ സർപ്രൈസ് ഫോർ അവർ സൺ. നാം നമ്മുടെ മകന് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കുകയാണ്. ബി കെയർഫുൾ നോട്ട് ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. എന്നിട്ട് ഇഡിയമിന്റെ ഭാഗത്ത് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ട് അതിന്റെ മീനിങ് എന്താണെന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഒരു സെന്റൻസിൽ ഇഡിയം പ്രയോഗിച്ചിട്ട് ആ ഇഡിയമിന്റെ മീനിങ് ഫലത്തിലെല്ലാം സെയിം ആണ്. ഒരു ഇഡിയം മാത്രം തന്നിട്ട് ആൻസർ ചോദിച്ചാലും സെയിം ആണ് അല്ലേ? ഇനി നേരെ തിരിച്ചും ചോദിക്കാം. ഒരു സെന്റൻസ് തന്നതിന് ശേഷം ഇവിടെ ഈ ഒരു വേർഡിന് ആപ്റ്റ് ആയിട്ടുള്ള ഇഡിയം ഏതാണെന്ന് നേരെ തിരിച്ചും ചോദിക്കാം. അപ്പൊ ചോദ്യം ഏത് രീതിയിൽ വരുന്നു എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. വൊക്കാബുലറി ക്ലാസ്സിൽ എപ്പോഴും എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത്. അതിനുശേഷം കുറച്ചുകൂടി കൂടുതൽ ഇഡിയംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. സോ ബി കെയർഫുൾ നോട്ട് ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. നമ്മൾ നേരത്തെ പഠിച്ചു റിവീൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. ഒരു രഹസ്യം നമ്മൾ അറിയാതെ പുറത്തേക്ക് വിടുന്നതിനാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അപ്പൊ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു. അതിനകത്ത് ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്. പിന്നീട് മെയിൻസ് ഒക്കെ എഴുതി, ഷോർട്ട് ലിസ്റ്റിൽ വന്നു, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, അഡ്വൈസ് ഒക്കെ വന്നു. എന്നാലും നിങ്ങൾ രഹസ്യം പുറത്തേക്ക് വിടരുത്. നിങ്ങളത് ഉള്ളിൽ തന്നെ വെച്ചേക്കണം. PSCയുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ കയ്യിൽ അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയിട്ട് ടക്കനെ നിങ്ങൾ ഫ്ലാഷ് ആക്കണം. അപ്പോഴാണ് നിങ്ങൾക്കൊരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാവുക. അല്ലാതെ പ്രിലിംസ് കിട്ടുമ്പോൾ തന്നെ എല്ലാവരും എനിക്ക് പ്രിലിംസ് കിട്ടിയിട്ടുണ്ട് എന്ന് ഫ്ലാഷ് ആക്കരുത്. ഒരിക്കലും അങ്ങനെ ഫ്ലാഷ് ആക്കരുത്. മെയിൻസ് കിട്ടുമ്പോൾ എനിക്ക് മെയിൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് ഫ്ലാഷ് ആക്കരുത്. നേരെ മറിച്ച് റാങ്ക് ലിസ്റ്റ് വന്നു, അഡ്വൈസും വന്നു. അപ്പോഴും നിങ്ങളുടെ വളരെ അടുത്ത ആളുകളിൽ മാത്രം അത് പറയുക. പരമാവധി ഫാമിലിയിൽ മാത്രം പറഞ്ഞൊതുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടുന്ന സമയത്തേ പറയാവൂ. അല്ലാതെ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. സെറ്റല്ലേ? ദെൻ അടുത്തത് ഇഡിയം എ ബോൾട്ട് ഫ്രം ദ സ്കൈ. ഇത് SCRT ആണ് കേട്ടോ. ഇത് SCRT ആണ്. ഇവിടെ കണ്ടില്ലേ, ഇഡിയം ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന ഇഡിയമിന്റെ മീനിങ് എന്താണെന്നാണ് ചോദ്യം. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ ആകാശത്തു നിന്നൊരു വെള്ളിടി വെട്ടുക എന്നൊക്കെ നമ്മൾ പറയും. പെട്ടെന്നൊരു ബോൾട്ട് ഉണ്ടാവുക, ആകാശത്ത് നിന്നൊരു ബോൾട്ട് ഉണ്ടാകുക എന്നൊരു ഒരു വെള്ളിടി എന്നുള്ള അർത്ഥത്തിനൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. അതുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് വിറയ്ക്കും അല്ലേ? അങ്ങനെ വിറയ്ക്കാനുള്ള കാരണം എന്താ? പെട്ടെന്നൊരു മിന്നൽ വെക്കുമ്പോൾ പെട്ടെന്ന് ആരായാലും വിറച്ചു. അതിനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം അത് പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഒരു കാര്യം പ്രതീക്ഷിക്കാതെ സംഭവിക്കുക, ഒരു മിന്നൽ കേൾക്കുന്നത് പോലെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ഇടിമുഴക്കം കേൾക്കുന്നത് പോലെയാണ് ചില വാർത്തകൾ. എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഈവന്റ് ഓർ ന്യൂസ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത
പെട്ടെന്നുണ്ടാകുന്ന വാർത്തകൾക്കാണ് നമ്മൾ എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെയും പറയുന്നു. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അഡ്വൈസ് ഒക്കെ കൈപ്പറ്റി അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു ബോൾട്ട് ഫ്രം ദ ബ്ലൂ കൊടുക്കുക. നിങ്ങളെ പരിഹസിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുമോ, കുറെ നാളായല്ലോ പഠിക്കുന്നത് എന്ന് പരിഹസിക്കുന്ന ആളുടെ മുന്നിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ ആണ്. അവർ പെട്ടെന്ന് ഷോക്കായിട്ട് പോകണം, അല്ലെ? ഷോക്കാവണം. അവന് ഈ ജോലി കിട്ടും, എന്നാലും അവന് ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പോൾ ഒരു ബോൾട്ട് ഫ്രം ദ ബ്ലൂ കൊടുക്കാൻ നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. സെറ്റ് അല്ലേ? ദെൻ അടുത്തത്, ചൂസ് ആസ് ദ ആൾട്ടർനേറ്റീവ് ഫോർ ദ ഇഡിയം. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ മീനിങ് ആണ്, അതിന്റെ സമാനമായിട്ടുള്ള പ്രയോഗം തിരഞ്ഞെടുക്കാനാണ്. ഫിറ്റ് ആസ് എ ഫിഡിൽ. ഫിഡിൽ എന്ന് പറഞ്ഞാൽ വയലിൻ ഒക്കെയാണ്. വയലിൻ പോലെ ഫിറ്റ് ആയി നിൽക്കുന്നത്. അപ്പോൾ വയലിൻ നല്ല ഫിറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വായിക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള അവസ്ഥയാണ് നമ്മൾ ഫിറ്റ് ആസ് എ ഫീൽഡ് എന്ന് പറയുന്നത്. ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത്. ഒരു ഫീൽഡിൽ ഒരു വയലിൻ അത് നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവൂ. അതേപോലെ നാമും നമ്മുടെ ശരീരം ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിക്കണം, അല്ലെ? കഠിനമായിട്ട് പഠിക്കുന്നവരെ കുറിച്ചാണ് കേട്ടോ, എപ്പോഴെങ്കിലും പഠിക്കുന്നവരെ കുറിച്ചല്ല. കഠിനമായിട്ട് പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം മെയിനാണ്. നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലേ പിന്നീട് നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ പഠിക്കണം, കൃത്യമായിട്ട് ഉറങ്ങണം, കൃത്യമായിട്ട് ഭക്ഷണവും കഴിക്കണം. ഭക്ഷണവും ഉറക്കവും പാടെ ഒഴിവാക്കരുത്. ഓരോ ആളുകളുടെയും ശരീരപ്രകൃതം അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഉറക്കവും ഭക്ഷണവും വേണം. അതിൻ്റെ അളവ് എത്ര മാത്രം എന്നുള്ളത് നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫിറ്റ് ആസ് എ ഫിഡിൽ. ഒരു ഫിഡിൽ പോലെ ഫിറ്റ് ആയിട്ടിരിക്കുക. ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അത് ഓർക്കാനാണ് കേട്ടോ, നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊക്കെ പറഞ്ഞിരുന്നത്. ഫിറ്റ് ആസ് എ ഫിഡിൽ. സെറ്റ് അല്ലേ? ദെൻ അടുത്തതിലേക്ക് വരാം. ഇഡിയം എ റെഡ് ലെറ്റർ ഡേ. ഇതും SCERT ആണ് കേട്ടോ, SCERT ആണ്. ഞാൻ SCERT പാഠഭാഗം 1 മുതൽ +2 വരെ പഠിപ്പിച്ചിട്ടുള്ളതാണ് പല ക്ലാസ്സുകളിലായിട്ട്. ദെൻ സാക്ഷരതാ മിഷന്റെ 10 മുതൽ +2 വരെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടും ഒരു ഭാഗം കണ്ടാൽ അത് SCERT ആണോ അല്ലേന്ന് പറയാൻ കഴിയും. അപ്പോൾ ഈ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് പഴയ സിലബസ് പ്രകാരമുള്ള 9ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഇഡിയമാണ്, എ റെഡ് ലെറ്റർ ഡേ. ഈ റെഡ് ലെറ്റർ ഡേ നിങ്ങൾ കാലണ്ടറിൽ പോയി നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു റെഡ് ലെറ്റർ ഡേ കാണുമ്പോൾ, ഇപ്പോഴല്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എന്ത് തോന്നും? ഭയങ്കര സന്തോഷം തോന്നും. കാരണം അന്ന് അവധിയല്ലേ. എ ഹാപ്പി ഡേ എന്നാണ് അതിനർത്ഥം. റെഡ് ലെറ്റർ ഡേ കണ്ടാൽ നമുക്ക് വളരെ സന്തോഷമാണ്, കാരണം അന്ന് അവധിയാണല്ലോ. സോ എ ഹാപ്പി ഡേ എന്ന് ഓർത്തിരിക്കുക. ഹാപ്പി ഡേ എന്ന് മാത്രമല്ല, അൺമെമ്മറബിൾ ഡേ എന്നും അർത്ഥമുണ്ട് കേട്ടോ. നമുക്ക് മറക്കാൻ കഴിയാത്ത ദിവസം, മറക്കാൻ കഴിയാത്ത ദിവസം എന്ന അർത്ഥവും ഉണ്ട്. നമുക്ക് മറക്കാൻ കഴിയാത്ത ദിവസങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക? അവധിയായിട്ട് ആചരിക്കുന്നത്. ഫെസ്റ്റിവൽസ് ഒക്കെ നമുക്ക് മറക്കാൻ കഴിയാത്ത ദിവസങ്ങളാണല്ലോ. സെറ്റ് അല്ലേ? ദെൻ അടുത്തത്, ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കൗണ്ട്സ് ഗ്രോ. ഇതൊരു ഇഡിയമാണ്. വലിയ വലിയ ഓക്ക് മരങ്ങൾ, നമ്മളിപ്പോൾ ആൽമരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ വലിയ ആൽമരങ്ങൾ മുളയ്ക്കുന്നത് ചെറിയൊരു വിത്തിൽ നിന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കൗണ്ട്സ് ഗ്രോ. ചെറിയ വിത്തുകളിൽ നിന്നാണ് വലിയ ആൽമരങ്ങൾ പോലും വളർന്നു വരുന്നത്. എനിക്കൊന്നും അറിയില്ല, എനിക്ക് ബേസ് ഇല്ല, ഡിഗ്രിയിൽ ഞാനൊന്നും പഠിച്ചില്ല, സ്കൂളിൽ പഠിച്ചതൊന്നും ഓർമ്മയില്ല, ഇങ്ങനെയൊന്നും ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട സമയമൊന്നും അല്ല ഇത്. എത്ര വലിയ സംഗതികളാണ് എങ്കിലും അത് വളർന്നു വരുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച് നിങ്ങൾ വളർന്നു വരികയാണ് ചെയ്യേണ്ടത്, അല്ലെ? ദീർഘദൂരമുള്ള യാത്രകൾ പോലും ആരംഭിക്കുന്നത് ഒരു ചവിട്ടടിയിൽ നിന്നാണെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹിമാലയം കീഴടക്കണമെങ്കിലും ആദ്യം നാം എന്ത് ചെയ്യണം? ആദ്യത്തെ പടി കാലെടുത്ത് വെക്കണം, ഒരു കാൽച്ചുവടെടുത്ത് വെക്കണം. ഒരു ചെറിയ കാൽച്ചുവടുകൾ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്, അല്ലെ? റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് നിർമ്മിച്ചതല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ഇഡിയമിന്റെ മീനിങ്ങും അത് തന്നെയാണ്. എല്ലാ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളും ആരംഭിക്കുന്നത് ചെറുതിൽ നിന്നാണ്. ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ലേ? ഇത് പഠിക്കണോ, അത് പഠിക്കണോ, ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചാണ്
എക്സാമിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വലിയ വലിയ മാർക്ക് നിങ്ങൾ സ്വന്തമാക്കുന്നത്. ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. മഹത്വമുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് ചെറുതായിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടാണ് തുടങ്ങിയത് എന്നോർത്ത് വിഷമിക്കരുത്. നിങ്ങൾക്ക് വലിയൊരു വിജയം വരാൻ ഉണ്ട് എന്ന ശുഭപ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുക. സെറ്റല്ലേ? Then അടുത്ത ചോദ്യം, what is the meaning of the idiomatic expression in the following sentence? Our entire class is chalking its boards. കണ്ടോ, വീണ്ടും അതേ സെന്റൻസ് തന്നെ വന്നു. മറ്റൊരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടു ട്രംബിൾ വിത്ത് ഫിയർ. ഭയം കൊണ്ടോ നെർവസ്നെസ് കൊണ്ടോ വിറയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്? chalking in its boards എന്ന് പറയുന്നത്. Our entire class is chalking in its boards എന്ന് പറഞ്ഞാൽ to tremble with fear or nervousness. സെറ്റ് അല്ലേ? ക്ലിയർ ആയോ? ദെൻ അടുത്ത ചോദ്യം, give the appropriate meaning of the idiom. Build castles in the air. കാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ കോട്ടയാണ്. നമ്മൾ വായുവിൽ ശൂന്യാകാശത്തൊരു കാസ്റ്റിൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നമ്മൾ വെള്ളത്തിൽ വരയ്ക്കുന്നത് പോലെയാണ്. വെള്ളത്തിൽ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് പാഴായി പോകുന്ന കണക്കുകൂട്ടലാണ് അല്ലേ? നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുക, കാടടച്ച് വെടിവെക്കരുത്. സോ ബിൽഡ് കാസ്റ്റിൽസ് ഇൻ ദ എയർ. കാസ്റ്റിൽ നിർമ്മിക്കുക ഒരു വലിയൊരു കാര്യമാണ്. കോട്ട പണി കഴിപ്പിക്കുക വലിയൊരു കാര്യമാണ്. പക്ഷെ അത് പണി കഴിപ്പിക്കേണ്ടത് കൃത്യമായിട്ടും കെട്ടുറപ്പുള്ള ഒരു സ്ഥലത്താണ്. വായുവിൽ കോട്ട നിർമ്മിക്കാനുള്ള പ്ലാനിങ് എല്ലാം നടത്തുക എന്നുള്ളത് അത് ഫൂളിഷാണ്. ഫൂളിഷ് കാൽക്കുലേഷൻ ആണ് കേട്ടോ. ഫൂളിഷ് കാൽക്കുലേഷൻ ആണ്. മേക്ക് ഫോളിഷ് കാൽക്കുലേഷൻ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഈ അടുത്ത ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ദ ഇഡിയം റൈഡ്സ് ദ ഹൈ ഹോഴ്സ്. ഉയർന്ന കുതിരയെ ഓടിക്കുക. അപ്പോൾ വലിയ വലിയ കുതിരയെ ഓടിക്കുന്നത് പണ്ട് കാലങ്ങളിൽ കുതിരകളായിരുന്നു സവാരിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു BMW ഓടിക്കുന്നത് പോലെയാണ് നല്ല വലിയ കുതിരയെ ഓടിക്കുന്നത് അല്ലേ? നമ്മൾ BMW വാങ്ങുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നത് എന്തിനാണ്? നമുക്ക് ഒരു പ്രൗഡ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അല്ലേ? സോ ദ റൈഡ്സ് ദ ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഫീൽ പ്രൗഡ്. തനിക്കൊരു അഭിമാനബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. താൻ ചെറിയ ആളൊന്നുമില്ല, താൻ വലിയൊരാളാണ്. അതുകൊണ്ട് എനിക്ക് വലിയ കുതിര ഓടിക്കണം. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് റൈഡ്സ് ദ ഹൈ ഹോഴ്സ്. ഈ ഒരു എക്സാമൊക്കെ പാസ്സായിട്ട് എല്ലാവർക്കും റൈഡ്സ് ദ ഹൈ ഹോഴ്സ് എന്ന പൊസിഷനിൽ എത്താൻ വേണ്ടി കഴിയട്ടെ. നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അടുത്ത ചോദ്യം, യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ്. നീ എന്നെ പിരിയിളക്കുന്നു. പിരിയിളക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അതിൻ്റെ ഒരു മലയാളീകരിച്ച് പറയാൻ പറ്റുക? അഥവാ വട്ട് പിടിപ്പിക്കുന്നു. നട്ടിളക്കുക എന്ന് പറഞ്ഞാൽ വട്ട് പിടിപ്പിക്കാന്നല്ലേ? അവനൊരു നട്ട് കുറവാണെന്നൊക്കെ നമ്മൾ പറയാം. സോ യു മേക്ക് മീ ക്രൈസി. നീ എന്നെ വട്ട് പിടിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന അതേ പ്രയോഗം, നീ എന്നെ വട്ട് പിടിപ്പിക്കുന്നു. സെറ്റല്ലേ? ദെൻ അടുത്ത വീണ്ടും ഒരു SCRT ചോദ്യമാണ്. ഫീൽ ബ്ലൂ. ഈ ബ്ലൂ എന്ന് പറയുന്ന കളറ് ദുഃഖത്തെ സൂചിപ്പിക്കാനുള്ളതാണ്. പല കളേഴ്സിനും പല മീനിങ് ഉണ്ട് അല്ലേ? ബ്ലൂ എന്ന് പറയുന്ന കളറ് സങ്കടത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫീൽ സാഡ്. സങ്കടത്തെ സൂചിപ്പിക്കുക. ഫീൽ സാഡ്. ഓക്കെ അല്ലേ? യെസ്, ഫീൽ സാഡ് എന്നാണ്. ദെൻ വീണ്ടും അടുത്തൊരു SCRT ചോദ്യം, irregularly. Choose the correct idiom to substitute the underlined word. He did the work irregularly. Irregularly എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് ചെയ്യാതിരിക്കുന്ന അവസ്ഥ, അഥവാ നിത്യമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാതിരിക്കുക. റെഗുലർ ആയിട്ട് നിത്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാതിരിക്കുന്നതിനാണ് ഇറഗുലർ എന്ന് പറയുക. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ റെഗുലർ ആയിട്ടാണ് പഠിക്കേണ്ടത്. എങ്ങനെയല്ല? ഇറഗുലർ ആയിട്ടല്ല പഠിക്കേണ്ടത്. അപ്പം ഇറഗുലർ എന്ന് പറഞ്ഞാൽ ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. എപ്പോഴെങ്കിലൊക്കെ ആണ് ചെയ്യുന്നത്. ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് അല്ല, എപ്പോഴൊക്കെയോ ആണ് അവൻ വർക്ക് ചെയ്യുന്നത്, കൺസിസ്റ്റൻ്റ് അല്ല. സെറ്റ് അല്ലേ? സോ ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയോ ചെയ്യുന്നു, അവന് തോന്നുമ്പോഴൊക്കെ ചെയ്യുന്നു. അങ്ങനെ തോന്നുമ്പോഴൊക്കെ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ റെഗുലർ ആയിട്ട് പഠിക്കുക, എന്നാലേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ
ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു പദം യൂസ് ചെയ്തിട്ട് അതിന് വേണ്ട ഇഡിയംസ് ചോദിക്കുന്നു. ആ ടൈപ്പാണിത്. ഹി ഡിഡ് ദ വർക്ക്. അപ്പോൾ അവിടെ ചെറിയൊരു പദം യൂസ് ചെയ്യുന്നു, ഇറഗുലർലി എന്നൊരു പദം യൂസ് ചെയ്യുന്നു. ഇതിന് സമാനമായിട്ടുള്ള ഇഡിയം ഏതാണ്? നേരെ തിരിച്ച്. ഇതുവരെ നമ്മൾ കണ്ടത് ഇഡിയം തന്നിട്ട് അതിൻ്റെ മീനിങ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു മീനിങ് തന്നിട്ട്, അല്ലെങ്കിൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് തന്നിട്ട് അതിന് സമാനമായിട്ടുള്ള ഇഡിയം ഏതാണെന്ന് കണ്ടെത്താൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നേരെ തിരിച്ചും ചോദിക്കും എന്ന് മനസ്സിലാക്കുക കേട്ടോ. ദെൻ ഇവിടെ ബാക്കി 3 ഇഡിയംസിന്റെ മീനിങ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മീനിങ് റൈറ്റ് ഇൻ റൈറ്റിംഗ് എന്നാണ്. SCRT ആണ് കേട്ടോ, SCRT ആണ്. ഇവിടെ തന്നെ ഈ ഒരു പേജ് തന്നെ നിങ്ങൾ നോക്കൂ. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്, അല്ലെ? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുത്തില്ലെന്നാണ്. അപ്പോൾ പണ്ട് കാലത്ത്, ഇന്നാണ് പല കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പണ്ട് കാലത്ത് ഒരു വെള്ളപ്രതലത്തിൽ കറുത്ത മഷി കൊണ്ടാണ് എഴുതാറ്. അതുകൊണ്ടാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന അർത്ഥത്തിൽ ഇൻ റൈറ്റിങ്ങിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഹെഡ് ഓവർ ഹീൽസ് വിത്ത് സംവൺ, ഒരാളുടെ കാൽപാദത്തെ തലയിലേക്ക് വെക്കാൻ നമ്മൾ അനുവദിക്കുക. അഥവാ തലയിലേറ്റ് നടക്കുക. നമ്മൾ ഒരാളെ തലയിലേറ്റ് നടക്കുന്നത് എപ്പോഴാണ്? അയാളോട് നമുക്ക് സ്നേഹം തോന്നുമ്പോഴാണ്. വെരി മച്ച് ലവ് ഇൻ വിത്ത് സംവൺ, വെരി മച്ച് ഇൻ ലവ് വിത്ത് സംവൺ. ഒരാളോട് വളരെയധികം സ്നേഹം തോന്നുക. സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അയാളെ തലയിലേറ്റി നടക്കും എന്നോർക്കുക. ദെൻ അടുത്തത് ഇൻ ഡീപ്പ് വാട്ടർ, ആഴത്തിലുള്ള വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ അപകടമല്ലേ? ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. അപ്പോൾ ആഴമുള്ള വെള്ളത്തിൽ ഇറങ്ങരുത്, കാരണം അത് അപകടകരമാണ്. സോ ഇൻ ഡീപ്പ് വാട്ടർ. അപ്പോൾ ഡേഞ്ചറസ് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അഡ്വഞ്ചറസ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ എക്സാം കഴിയുന്നത് വരെ അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. then അടുത്ത ചോദ്യം, ഹി കിക്ക് ദ ബക്കറ്റ്. SCRT ആണ്. കിക്ക് ദ ബക്കറ്റ് വളരെ രസകരമായിട്ടുള്ളതാണ്. കിക്ക് ദ ബക്കറ്റ് പല ആളുകൾക്ക് അറിയുന്നതാണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ചവിട്ടി പൊട്ടിച്ചു എന്നല്ല, അങ്ങനെ അർത്ഥം വെക്കരുത്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡൈഡ്, പാസ്ഡ് അവേ എന്നാണ് കേട്ടോ. പാസ്ഡ് അവേ, SCRTയിൽ കറക്റ്റ് കൊടുത്തിരിക്കുന്ന പാസ്ഡ് അവേ എന്നാണ്. പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന അർത്ഥത്തിന് തന്നെയാണ് കേട്ടോ. മരിച്ചു എന്ന അർത്ഥത്തിനാണ് കിക്ക് ദ ബക്കറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ബറി ദ ഹാഷ്. ബറി ദ ഹാഷ്. ബറി ദ ഹാഷ് എന്നതിൻ്റെ മീനിങ്, ഹാഷ് എന്ന് പറഞ്ഞാൽ കോടാലിയാണ്, ചെറിയ ആക്സ് ആണ്, ചെറിയ കോടാലിക്കാണ്. അപ്പോൾ നമ്മൾ ഈ കോടാലി യൂസ് ചെയ്യുന്നതിനാണ്, ഒരാളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കയ്യിലുള്ള കോടാലി ഇനി വേണ്ട, അതിൻ്റെ ഉപയോഗം ഇനി എനിക്കില്ല എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? എനിക്ക് ശത്രുത ഇനി ഇല്ല, ശത്രുത ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇനി എനിക്ക് പ്രതികാരം വീട്ടുന്നതിന് വേണ്ടി ഹാഷയുടെ ആവശ്യമില്ല. സോ ബറി ദ ഹാഷ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എൻമിറ്റി എന്നാണ് കേട്ടോ. ഹാവ് നോ എൻമിറ്റി എന്നല്ല, ശത്രുത ഇല്ല എന്നല്ല, ശത്രുത ഉണ്ടായിരുന്നു, അത് അവസാനിപ്പിക്കുന്നു. ശത്രുത വരുമ്പോഴാണ് നമ്മൾ ആയുധം കയ്യിലെടുക്കുന്നത്, അല്ലേ? നമ്മൾ ആയുധം കയ്യിലെടുത്തു, പിന്നീട് അത് ഒഴിവാക്കുകയാണ്, അത് ഉപേക്ഷിക്കുകയാണ്. അതിനർത്ഥം ശത്രുത നമ്മൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ യുദ്ധം അവസാനിക്കുന്നതിന് പ്രതീകമായിട്ട് കയ്യിലിരുന്ന വാളുകൾ താഴെ വെക്കുന്നു, നിരായുധരാകുന്നു, അല്ലെ? പണ്ടൊക്കെ ആയുധമേന്തിയാണ് നടന്നിരുന്നത്. കാരണം ഒരു ശത്രുവിന്റെ ആക്രമണം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു സംഘവുമായിട്ട് ശത്രുത അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആയുധം പിന്നെ നിലത്ത് വെക്കുന്നു, അത് ശത്രുത അവസാനിപ്പിച്ചു എന്നതിൻ്റെ പ്രതീകമാണ്. അങ്ങനെയാണ് ബറി ദ ഹാഷയ്ക്ക് സ്റ്റോപ്പ് എൻമിറ്റി എന്ന മീനിങ് വന്നിട്ടുള്ളത്. ദെൻ അടുത്തൊരു യൂസേജ് ആണ് ലിംഗ്വ ഫ്രാങ്ക. ലിംഗ്വ ഫ്രാങ്ക നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ച് പറയാറുണ്ട്. ഇംഗ്ലീഷ് ഈസ് എ ലിംഗ്വ ഫ്രാങ്ക. ലിംഗ്വ ഫ്രാങ്ക എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ലാംഗ്വേജ്, കോമൺ ലാംഗ്വേജ് എന്നൊക്കെ അർത്ഥത്തിനാണ് കേട്ടോ. ആഗോള ഭാഷ, പൊതുഭാഷ എന്നൊക്കെ അർത്ഥത്തിനാണ്. ഗ്ലോബൽ ലാംഗ്വേജ് എന്നും മീനിങ് പറയാറുണ്ട് കേട്ടോ. ഗ്ലോബൽ ലാംഗ്വേജ് അല്ലെങ്കിൽ കോമൺ ലാംഗ്വേജ്. സെറ്റ് അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, ഇഡിയംസ് എന്ന ഭാഗത്ത് നിന്ന് ഒരു 10-30ഓളം ഇഡിയംസ്, 30-ലധികം ഇഡിയംസ് നമ്മളിന്ന് പഠിച്ചു. എല്ലാം മുൻവർഷ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവ മാത്രം പഠിച്ചാൽ പോരാ, ഇഡിയംസ് ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഇഡിയംസ് ഒക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണ് എന്ന് കരുതുന്നു. വൊക്കാബുലറി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഗ്രാമർ മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റാങ്കിലേക്ക് എത്താൻ കഴിയില്ല. വൊക്കാബുലറി കൂടി പഠിക്കണം. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളോടൊപ്പം ഞാനും ഹാജാസ് ക്ലാസ്സസിലൂടെ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.